ഹായ്, ഏവർക്കും ചാവക്കാടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റബ്ബർ കയറ്റി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇടയാറ് എറണാകുളത്തിന് പോകണം. അതിനുവേണ്ടി വന്നതാണ് ഗൈസ്. ഓക്കെ. അമ്പാൻ രാവിലെ ഓടി പുതിയ സൈറ്റിലെത്തിയിട്ടുണ്ട്. മനോഹരമായ കാഞ്ഞിരപ്പള്ളിയിലെ മലയടിവാരത്തിൻ്റെ താഴെയുള്ള ഒരു കമ്പനിയാണ്, റബ്ബർ കമ്പനിയാണ്. ഇവിടുന്ന് ഇടയാറിനാണ് ഓട്ടം. കളമശ്ശേരി ഇടയാർ. ഇവിടുന്ന് ഒരു 5 ടണ്ണുണ്ട്. ആ 5 ടണ്ണിന് എടുത്തു കഴിഞ്ഞ് ഇവിടുന്ന് എരുമേൽ റൂട്ടിൽ പോയി വേറെ ഒരു 5 ടണ്ണും എടുക്കണം. മൊത്തം 10 ടണ്ണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എറണാകുളം വരെയുള്ള വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുൾ ലോഡ് നമ്മുടെ ചെക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കളമശ്ശേരി പിറവൻ ലക്ഷ്യമാക്കി പോവാണ്. നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. റബ്ബറാണ് ഐറ്റം. നനയാൻ പാടില്ല. നനഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, 10 ടൺ റബ്ബർ ലോഡുമായി കളമശ്ശേരിക്ക് നമ്മൾ പുറപ്പെടുകയാണ്. 2 നിന്ന് കയറ്റാനുണ്ടായിരുന്നു, അത് കാരണം വൈകി. തിരക്ക്, റോഡിൽ നല്ല തിരക്ക്. ആകെ ഇന്നത്തെ ദിവസം ഡിലേ ആയിപ്പോയി. നമ്മുടെ ഒട്ടുപാലില്ലേ, ഒട്ടുപാല് 2 ടൈപ്പുണ്ട്. അതൊന്ന് നല്ല പാലും പിന്നൊന്ന് അതിൻ്റെ തന്നെ വേസ്റ്റ് പാലും. ഈ നല്ല പാലില്
ഉണ്ടാക്കുന്ന റബ്ബറാണ് നല്ല വൃത്തിയും മെനയുമുള്ള റബ്ബറായിട്ട്, റബ്ബർ ഷീറ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് കുറച്ച് സ്ക്രാപ്പ് എന്ന് തന്നെ പറയാം, റബ്ബറിന്റെ സ്ക്രാപ്പ് എന്ന് പറയാം. ആ മോശം ഒട്ടുപാലിൽ നിന്ന് വരുന്ന അത്ര നല്ലതല്ലാത്ത റബ്ബർ ഷീറ്റുമായിട്ടാണ് നമ്മൾ കളമശ്ശേരിക്ക് പോകുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായി അറിയില്ല. ടയറുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗമായിരിക്കും. നമുക്ക് പോകേണ്ട റൂട്ട് എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പൊൻകുന്നത്തുനിന്ന് പാലായിൽ നിന്ന് കൂത്താട്ടുകുളം, കൂത്താട്ടുകുളത്തുനിന്ന് തലയോലപ്പറമ്പ്. എന്തായാലും കളമശ്ശേരി എത്തണം. നമ്മൾ കളമശ്ശേരി എത്തും എന്നെനിക്ക് സങ്കടം വന്ന ദിവസമാണ്. എന്റെ അമ്മാനൊന്ന് തട്ടി ധൃതി വെച്ച് എപ്പോഴും നമ്മൾ ലോഡ് കയറ്റാനായാലും ഇറക്കാനായാലും ഈ വലിയ വണ്ടിയുമായിട്ട് സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ വണ്ടിയെ കുറിച്ച് ABCD അറിയാത്ത കുറച്ച് ആൾക്കാരായിരിക്കും ഈ സൈഡ് പറയാനായിട്ട് വരുന്നത്. അവരിലൊക്കെ നമ്മളെ വഴി കാണിക്കാനോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ശിങ്കിടികളോ അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടർമാര് കൊണ്ട് പറഞ്ഞു വിടുന്ന ആരെങ്കിലും അവരൊക്കെ ആയിരിക്കും. ഇവർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഇതൊന്ന് ഇറക്കുക അല്ലെങ്കിൽ കയറ്റുക, അവരുടെ കമ്മീഷൻ മേടിച്ചുകൊണ്ട് പോവുക. നമ്മളായിട്ടൊന്ന് കഷ്ടപ്പെടും. എന്നാ ലോഡ് കയറിയ ബില്ല് മര്യാദയ്ക്ക് തരുമോ? തരില്ല. വെയിറ്റ് എടുത്ത് നമ്മൾ ചോദിക്കും ബില്ല് എന്തിനു ചോദിക്കുമ്പോഴത്തേനും കാശ് വന്നില്ല, കാശ് വരാതെ കമ്പനി ബില്ല് തരില്ല. ഇതൊക്കെയാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡില് ട്രാൻസ്പോർട്ടർമാരെ കുറിച്ച് മാത്രം പറയാം. പാവപ്പെട്ട ഹെവി ഡ്രൈവർമാരെയും മുതലാളിമാരെയും പിഴിഞ്ഞൂറ്റി ഈ പ്രസ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കുറെ അധികം കള്ള ട്രാൻസ്പോർട്ടർമാർ. അതേക്കുറിച്ചൊരു എപ്പിസോഡ് നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുത്തൻ അയാൾക്കങ്ങ് കരുതി വലത്ത് വശത്ത് ഒരു വലിയ മരം, ഇരിഞ്ഞു കയറുന്നിടത്ത് ഒരു കാലിത്തൊഴുത്ത്, അതിന്റെ ഇപ്പുറത്തായിട്ട് വലിയ കരിങ്കല്ല്. എനിക്കറിയാം ഇത് ഒടിഞ്ഞ് കിട്ടൂല. അപ്പൊ അയാൾ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ 2 മണി വരെ, 1 മണി മുതൽ 2 മണി വരെ ബംഗാളിൽ ഫുഡ് കഴിക്കാൻ കയറുന്ന ടൈമാണ്. അപ്പൊ നമ്മുടെ വണ്ടി ആ 1-നും 2-നും ഇടയ്ക്ക് വന്നപ്പോഴത്തേനും അവരവരുടെ ബ്രേക്ക് ഒരു 1/4 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെച്ചു. 1:45 അവർ പണിക്ക് ഇറങ്ങി. അപ്പൊ പെട്ടെന്ന് തീർത്ത് നമ്മളെ വിടാൻ വേണ്ടി ആ മഴയൊക്കെ വരുന്നത്. അപ്പൊ ഒന്ന് ധൃതിപ്പെട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും അയാൾ ഒപ്പിച്ചൊരു വേലയാണ്. എന്റെ അമ്പാന്റെ ഇടത് സൈഡിലെ താഴത്തെ ക്രാഷ് ഗാർഡ് ചെറുതായിട്ട് അകത്തേക്കൊന്ന് വളഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തു, മുതലാളിക്ക് ഇട്ട് കൊടുത്തു. ഞാൻ തന്നെ അത് പണിതോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുതലാളി പിന്നെ കാരുണ്യ ഹൃദയനായതുകൊണ്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുതലാളി. എന്തായാലും നമുക്ക് കണ്ടറിയാം. നമുക്ക് ഈ സമയത്തൊന്നും ലോഡ് എടുത്തിട്ട് പോയിട്ട് കാര്യം. നമുക്ക് ലോഡ് പകല് കയറ്റിയാലും പോകാനുള്ള സമയം എന്ന് പറയുന്നത് നൈറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ബൈക്കുകാരുടെ ശല്യമില്ല, ഓട്ടോക്കാരുടെ ശല്യമില്ല, കാറുകാരുടെ ശല്യമില്ല. ആകെ ഉള്ളത് വലിയ വണ്ടിക്കാർ മാത്രം. അവരൊരു വശം ചേർന്ന് പോകുന്നത് കാരണം നമുക്ക് സമയത്ത് ഓടിപ്പിടിക്കാനും പറ്റും. ഞാൻ ഇപ്പോ ഇറങ്ങിയതിന്റെ ഉദ്ദേശം 12 മണിക്ക് മുമ്പ് അവിടെ കൊണ്ടുചെന്ന് എത്തിച്ചാൽ ഈ ലോഡ് നമുക്ക് ഇന്ന് ഇറക്കി കിട്ടും. എനിക്കിന്നൊരു കള്ളനെ പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം വരെ ഒന്ന് പോണം. അപ്പോ രാത്രിയിലത്തെ ബസ്സിന് കയറിയാൽ നേരം വെളുക്കുമ്പോഴത്തേനും തിരുവനന്തപുരത്ത് എത്താം. 12 മണിക്ക് മുമ്പ് ലോഡ് ഇറക്കി കിട്ടിയാലേ എന്നാ കള്ളനെ ഒന്ന് പിടിച്ചിട്ട് തരാം. നിങ്ങൾ ചോദിക്കാൻ കള്ളൻ ആരാണ്? ഒരു വലിയ കള്ളനാണ്. അടുത്ത ദിവസം ആ കള്ളനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കള്ളനെ കുറിച്ച് ഞാൻ അടുത്ത ദിവസം പറയാം. അപ്പോൾ നമ്മൾ റബ്ബറും കൊണ്ടാണ് കളമശ്ശേരിക്ക് പോകുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. നമ്മുടെ വണ്ടിക്ക് തമിഴ്നാട് പെർമിറ്റ് കിട്ടിയ വിവരം സന്തോഷപൂർവ്വം ഞാൻ എന്റെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതുവരെ തമിഴ്നാട് പെർമിറ്റ് ഇല്ലായിരുന്നു. ഈ വണ്ടി 2012 വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഓൾറെഡി പെർമിറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് ഇനി എടുക്കാൻ പറ്റുന്നത് തമിഴ്നാട് കർണാടക പെർമിറ്റ് മാത്രമേ എടുക്കാൻ പറ്റൂ.
എന്ന് കരുതി ഓൾ ഇന്ത്യ സഞ്ചരിക്കാം. പക്ഷെ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ടെമ്പററി പെർമിറ്റ് എടുത്ത് വേണം പോകാൻ. നമുക്ക് റിസ്ക് ആണ്. 6 ദിവസം ഒരാഴ്ചത്തേക്ക് മാത്രമേ ആ പെർമിറ്റ് കാണത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ കയറി ഇറങ്ങി പോകണം. അത് എപ്പോഴും അങ്ങോട്ട് ഓട്ടം കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്ക് പാസ്സായി കിട്ടി. ഇനി അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് തമിഴ്നാട് എവിടെ വേണമെങ്കിലും ഓടാം. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയുടെ കളി പഴശ്ശിയുടെ കളി കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട് ഒട്ടുമിക്ക ജില്ലകൾ നമുക്ക് കവർ ചെയ്യാം. അപ്പം, തേനി, പൊള്ളാച്ചി, അങ്ങനെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഏത്തക്ക, ഒത്തിരി ഐറ്റംസ് ഒക്കെ നമുക്ക് എടുത്തോണ്ട് പറപ്പിക്കാം. അപ്പൊ ഞാൻ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാന് നമ്മുടെ മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട്, ലോൺ എടുത്തോ, കർണാടകയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ട്രിപ്പ് പോകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ പാലക്കാട് പോകും. പാലക്കാട് നിന്ന് കോയമ്പത്തൂർ എടുക്കുന്നു, കോയമ്പത്തൂരിൽ നിന്ന് നമ്മളൊരു ബാംഗ്ലൂർ എടുക്കുന്നു, ബാംഗ്ലൂരിൽ നിന്ന് നമ്മളൊരു മൈസൂർ എടുക്കുന്നു, മൈസൂരിൽ നിന്ന് കാട് കയറി നമ്മൾ കോഴിക്കോട് എത്തുന്നു, കോഴിക്കോട് നിന്ന് നമ്മൾ പെരുമ്പാവൂർ എത്തുന്നു. വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ കറങ്ങി നല്ല രസമാണ്. യാത്ര ഇഷ്ടപ്പെടുന്നവർ സ്റ്റേ ട്യൂൺ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുന്നതായിരിക്കും. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അയക്കും. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് അത്യാവശ്യം. എങ്ങനെ ഇതിനെ ബെറ്റർ ആക്കാം, എങ്ങനെ ഇതിനെ മെച്ചപ്പെടുത്താം, എങ്ങനെ ഇതിനെ നന്നാക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സമ്മതിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റായി എഴുതി അയക്കാം. ഓക്കെ, നമുക്ക് യാത്രകൾക്കിടയിൽ പല സ്ഥലങ്ങളും കണ്ടുപോകാം. ഹായ് ഗേസ്, ഇടയ്ക്കൊന്ന് നിർത്തിയതാണ്. ഇന്നലെ നമ്മള് വെനീർ ഫെസ്റ്റുമായിട്ട് പോയി, കുറെ താമസിച്ചു. പിന്നെ അവിടെ വീഡിയോ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട്, ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് കൂടുതൽ സീനൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെനീർ വേസ്റ്റ് പുറകെ കൊണ്ടുവന്ന് തട്ടുക, അവിടുന്ന് അത് ലിഫ്റ്റ് ചെയ്തിട്ട് ബർണറിലേക്ക് കൊണ്ടുവരും. ബർണറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് ഇന്ധനമാക്കി കത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടുത്തെ പ്രോഡക്റ്റ് ഗ്ലൗസ് ആണ്, സർജിക്കൽ ഗ്ലൗസ്. അതിന്റെ ചെറിയ വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മളത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്പനി ഏതെങ്കിലും രീതിയിൽ ബാധിച്ചാൽ നാളെ നമുക്കൊരു ബുദ്ധിമുട്ടായാൽ, അതുകൊണ്ട് ഞാനതൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അതിനൊരു കണ്ടിന്യൂറ്റി വരുത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അത് ഗ്ലൗസിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലൗസായി വന്നു കഴിഞ്ഞാൽ അത് മെഷീനിലിടും, എന്നിട്ട് വെള്ളം നിറയ്ക്കും, ലീക്ക് ഉണ്ടോ എന്ന് നോക്കും. അദ്ദേഹം നമ്മുടെ വ്യൂസ് ഒക്കെ കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിച്ചതാണ്. ബിനു മിലിറ്റിയ ചെറിയൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ് മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെട്ട്. മാന്നാർ എന്റെ നാട്ടുകാരൻ തന്നെയാണ്, എന്റെ ബാല്യകാല സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചു നമ്മുടെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ചേഞ്ചസിനെ കുറിച്ച് ഞാനിങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഡെയിലി കണ്ടന്റ് ഇടാൻ ശ്രമിക്കുക. അത് നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുക്കും. നമ്മളൊരു സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നു, ഞാൻ തന്നെ സംസാരിക്കുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിയാണ് എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ബിനു എന്നോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഒരു പ്രചോദനമായി ഉൾക്കൊള്ളുന്നു. മാക്സിമം കണ്ടന്റുകൾ ഇടാൻ ശ്രമിക്കാം. സാധാരണക്കാരനാണ്, അപ്പോൾ ഒരു അസാധാരണത്വം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ, ലൈക്ക്, ബെൽ ബട്ടൺ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല. നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്ങും അതുപോലെ തന്നെ ടെൻഷനും ഓവർ തിങ്കിങ്ങും അങ്ങനെ ഈ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ചെറിയൊരു ആശ്വാസമായിരിക്കും യാത്ര. ചിലർ പറയില്ലേ മനസ്സൊന്ന് തണുക്കാൻ ഒരു യാത്ര നല്ലതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ചാൽ നമുക്കൊരു യാത്ര ചെയ്ത ഫീല് കിട്ടുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു കണ്ടന്റ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക യാത്രക്കിടയിൽ. പിന്നെ
നമുക്ക് വളരെയധികം വിഷമഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാര്യം ഇന്നലെ നമ്മുടെ അർജുൻ, ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടന്റുകളൊന്നും ഞാൻ ഇട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ നമ്മളെ വിട്ടുപോയി. അർജുന്റെ വേർപാടില് ഒരു ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇന്നലെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ചിലപ്പോൾ ഒരു പക്ഷെ ഇന്നായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വേദനയിൽ നമ്മളെല്ലാവരും പങ്കുചേരണം. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു മകനുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുണ്ട്, അനുജനുണ്ട്, അമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, അച്ഛനുണ്ട്. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ട എല്ലാ പിന്തുണയും നമ്മൾ നൽകണം. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ നമ്മൾ ഓർക്കണം. അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും ഏത് നിമിഷവും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമ്മളുടെ ഐക്യമാണ് എല്ലാത്തിനേക്കാളും വലിയ ബലം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മൾ പാല എത്തി. കേരള രാഷ്ട്രീയത്തിന്റെ അധികായൻ, മൺമറഞ്ഞു പോയ മാണി സാറിന്റെ സ്വന്തം പാല. ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും പാലയിൽ വരുമ്പോൾ മാണി സാറിനെ കുറിച്ചും ജോസ് കെ മാണി സാറിനെ കുറിച്ചും കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ബ്ലോഗ് പരിപാടി ഇല്ല. ഇന്നിപ്പോ ബ്ലോഗ് പരിപാടി ഉണ്ട്. ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനാണ്. അത് എന്നെ അടുത്തറിയാവുന്ന പലർക്കും അറിയാം. ഞാൻ ഇന്നിപ്പം പാലായിലൂടെ വന്നപ്പോൾ ശരീരനായ മാണി സാറിനെ ഓർത്തു. മാണി സാറിന്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ട്. പ്രതിമ കാണിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അതിനു മുമ്പ് വലത്തേക്ക് തിരിയും. പറ്റുവാണെങ്കിൽ ജോസ് കെ മാണി സാറിന്റെ വീട് കാണിച്ചു തരാം. അത് എനിക്ക് തോന്നുന്നില്ല, അതും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കോട്ടയം ഭാഗത്തുനിന്ന് വന്ന് ബൈപ്പാസ് കയറി തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാം. ഇതൊരു പക്ഷേ നമ്മൾ കണ്ടോ, മാണി സാറിന്റെ പ്രതിമ ഇരിക്കുന്ന ആ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടിപ്പുറത്തൂടെ നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു. എന്തായാലും മാണി സാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു കണ്ണീർ പ്രണാമം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ജോസ് കെ മാണി സാറിന്റെ വീട്. പാലായുടെ വികസനത്തിന് ജോസ് കെ മാണി സാറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും കഴിയട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട എം പിയാണ് അദ്ദേഹം, രാജ്യസഭ എം പി. ആ കർമ്മപദത്തിൽ ഇരുന്നുകൊണ്ട് ഇനി ഒരുപാട് സേവനങ്ങളും വികസനങ്ങളും പാലായിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു.
പാലായിൽ നിന്ന് കുറവിലങ്ങാട് പോകുന്ന വഴിയാണ്. തേടിലാണ് നമ്മുടെ അമ്പാൻ കയറ്റം കയറുന്നത്. ഹെവി ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവേഴ്സ്, പ്രിയ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഈ സമയത്തൊക്കെ RPM ഒരിച്ചിരി മേലിലോട്ട് പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പറയും 15ഒക്കെ ബാലൻസ് ചെയ്തൊക്കെ ഓടിക്കണം. ഈ കയറ്റത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് RPM നമ്മൾ ഒരു 15ന്റെ മേളിലൊക്കെ പോയാലും കുഴപ്പമില്ല. ലോഡും പുറത്ത് സേഫ് ആയിട്ട് നമ്മൾ കയറ്റം കയറി ഇറങ്ങുക, അതാണ് നമ്മുടെ ദൗത്യം. മറിച്ച് RPM 15ന്റെ മുകളിലോട്ട് പോയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വലിച്ച് 4 ഇടാനെങ്ങാനും ശ്രമിച്ചാൽ നല്ല ചന്തിക്ക് നല്ല അടിയുണ്ട്. കാര്യം പിന്നെ ആ 4ൽ നിന്ന് വീണ്ടും 3ലേക്ക് പോകണം, 3ൽ നിന്ന് വീണ്ടും 2ലേക്ക് പോകണം, 2ൽ നിന്ന് വീണ്ടും 1ലേക്ക് പോകണം. ഒന്നിനും കയറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അടവെക്കണം. അടവെക്കാനേ കിളിയില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കണ്ട 3ൽ അങ്ങോട്ട് കയറ്റം കയറി കണ്ട. ഇനി അവൻ ഇറക്കത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് 4ലേക്ക് കണ്ട. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. അത് ഞാനേ വലിയ ഡ്രൈവിങ്ങിൽ വലിയ പുതിയതായിട്ടൊന്നും പറഞ്ഞു തരുന്നതാണ്. ദൈവം സഹായിച്ച് ആരും ഡ്രൈവിങ്ങിൽ പുലികളല്ല, ഇത് ഓടിക്കുന്നത് തമ്പുരാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ വണ്ടി മറിഞ്ഞു അല്ലാതെ ഒക്കെ അപകടങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ടോറസ്, ടിപ്പർ, അതുപോലുള്ള എത്രയോ വണ്ടികളുടെ അടിയിൽ എത്രയോ മനുഷ്യ ജീവനുകൾ പൊരുന്നുണ്ട്. അതൊന്നും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോ ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നന്നായിട്ട് നമ്മുടെ വിഷൻ, നമ്മുടെ കാഴ്ച പക്കാക്കി വെക്കുക. എപ്പോഴും ബ്ലൈൻഡ് സ്പോട്ട് അറിയാമല്ലോ. ബ്ലൈൻഡ് സ്പോട്ട് ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോറ് ഇറങ്ങി ഏകദേശം ഡ്രൈവർക്ക് ഫ്രണ്ട് കാണുന്ന ഒരു പരിധി വരെ ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പം യാത്രക്കാരും ആ ബ്ലൈൻഡ് സ്പോട്ടിൽ മാക്സിമം വണ്ടിയിൽ നിന്നും അകലം പാലിച്ച് നടക്കാൻ ശ്രമിക്കുക. ഡ്രൈവർമാര് പ്രത്യേകം ബ്ലൈൻഡ് സ്പോട്ടിൽ ആളില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനൊക്കെ നോക്കിയാലേ നമുക്കും ജീവിക്കാൻ പറ്റുള്ളൂ, റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് പള്ളിയിലെ പ്രാർത്ഥനയായിരുന്നു തോന്നുന്നു. നല്ല കാര്യം, എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമ്മുടെ മനോവീര്യം കിട്ടുമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ലോണം പ്രാർത്ഥിക്കുക. എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ബ്രൈറ്റ് ഇട്ടായിരിക്കും വരുന്നത്. നമ്മളും ചിലപ്പോൾ ബ്രൈറ്റ് ഇട്ടായിരിക്കും അങ്ങോട്ട് പോകും. സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാൾ ഡിം ഇടണമല്ലോ. അങ്ങനെ ഡിം ഇട്ടാൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആളും ഡിം ഇടും. പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഡിമ്മാണോ ബ്രൈറ്റ് ആണോ എന്നുള്ളൊരു സംശയം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ വലിയ വണ്ടിക്കാര്, ചെറിയ വണ്ടിക്കാരുടെ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ചെറിയ വണ്ടി, ഓപ്പോസിറ്റ് വരുന്ന ചെറിയ വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്തോറും നമ്മുടെ ലൈറ്റിന്റെ പവർ അവരുടെ കണ്ണിലേക്ക് കൂടുതലായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡിമ്മാണ് ഇട്ടിരിക്കുന്നത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ സുന്ദരമായി സേഫായി കടന്നു പോകാൻ നമ്മൾ അനുവദിക്കുകയും കൂടെ വേണം. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. അവർ ചിലപ്പോൾ നമ്മുടെ വെട്ടം അടിച്ചിട്ട് ചിലപ്പോൾ ഈ ഇടത്ത് സൈഡിലേക്കൊക്കെ വെട്ടിച്ചാൽ ചിലപ്പോൾ കുഴിയിലേക്കോ അല്ലെങ്കിൽ കല്ലിലേക്കോ
അതൊക്കെ ചിലപ്പോൾ കയറിയെന്ന് വരും. അതുകൊണ്ടാണ്. പിന്നെ കാൽനട യാത്രക്കാരെ പ്രത്യേകം പരിഗണിക്കണം. അവര് നടക്കാൻ ഇറങ്ങുന്നവരും വഴിയൊക്കെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം സേഫായിട്ട് വണ്ടി ഓടിക്കുക. ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ പഴയ റബ്ബറുമായി ഇവിടെ എത്തിയത്. കമ്പനിയിൽ നിന്നുള്ള ദൃശ്യമാണ്.